PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മളൊരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ. എന്താണ് ആ ഉദ്യമം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഏതൊരു PSC പരീക്ഷ എടുത്താലും അതിനകത്ത് ഡെയിലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വിഭാഗമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു മേഖല കൂടിയാണ് കറണ്ട് അഫേഴ്സ്. LGS ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, HSC ആയിക്കോട്ടെ, 10th പ്രിലിംസ് വരാൻ പോകുന്ന 10th പ്രിലിംസ് ആയിക്കോട്ടെ, വരാൻ പോകുന്ന LGS ആയിക്കോട്ടെ, ഇനി അടുത്ത് നടക്കാൻ പോകുന്ന LDC എക്സാം ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു PSC പരീക്ഷ എടുത്ത് നോക്കിക്കോ, നിർബന്ധമാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് ചോദിക്കുന്നത്. കുറേ നാൾ മുമ്പുള്ള PSC പരീക്ഷകളിൽ ഫോർ എക്സാമ്പിൾ 2022 ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് 1-2 വർഷം പുറകിലോട്ടുള്ള കറണ്ട് അഫേഴ്സൊക്കെ ചോദിച്ചു കണ്ടിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ LDC പരീക്ഷയൊക്കെ എടുത്ത് നോക്കിക്കേ, ഒട്ടുമിക്ക കറണ്ട് അഫേഴ്സും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പത്രമൊക്കെ വായിക്കുന്ന കുട്ടികൾക്കാണ് അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അത്രയും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫേഴ്സാണ് ഇപ്പം നടക്കുന്ന മിക്ക PSC പരീക്ഷകളിലും വരുന്നത്. അതും നമ്മൾ കറണ്ട് അഫേഴ്സിൽ വരില്ല എന്ന് വിചാരിക്കുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും, അത്രയും ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോഴത്തെ കറണ്ട് അഫേഴ്സിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഉദ്യമം തുടക്കം കുറിക്കുകയാണ്. ഇനി മുതൽ PSC പരീക്ഷകളിൽ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ മാർക്ക് പോലും പുറത്തു പോകാതെ ഡെയിലി എല്ലാ ദിവസങ്ങളിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് എല്ലാ ദിവസവും കൃത്യമായിട്ട് PSCയെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെയധികം ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഏത് വീഡിയോ ക്ലാസ് കണ്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ കാണണം, ഡെയിലി കാണണം. കാരണം എന്താണ്, എല്ലാ ദിവസത്തെയും PSC പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ, അതായത് എല്ലാ ദിവസവും, ഇന്ന് 7/10/2024 ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള പ്രമുഖ ന്യൂസ് കട്ടിങ്ങുകളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ന്യൂസ് കട്ടിങ്ങുകളിൽ നിന്ന് കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പഠിച്ചു പോകുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന LGS ആയാലും LDC ആയാലും 10th പ്രിലിംസ് ആയാലും ഈസി ആയിട്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയാലും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ആ കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളിതിനെടുക്കണം. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരു ഇൻട്രോ രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എല്ലാ ദിവസവും ഇനി ഡെയിലി അതാത് ദിവസത്തെ കറണ്ട് അഫേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശോകൻ ചരുവിലിന്. അപ്പോൾ വയലാർ അവാർഡ്, ഈ തവണത്തെ വയലാർ അവാർഡ് ആർക്കാണ്? അശോകൻ ചരുവിലിനാണ് ഈ തവണത്തെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം വയലാർ ചരമദിനമായ 27 വൈകുന്നേരം നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ തവണത്തെ 2024 വയലാർ അവാർഡ് ജേതാവാണ് ആര്? അശോകൻ ചരുവിലിൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ്. അപ്പോൾ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന് വയലാർ അവാർഡ് ജേതാവായിട്ട് വന്നേക്കുന്നത് അശോകൻ ചരുവിലിനാണ്. അപ്പോൾ ഓർക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫെയർ ആണ്. അടുത്തത് നമുക്ക് നോക്കാം. ഇനി TG ഹരികുമാർ സ്മൃതി പുരസ്കാരം രവി മേനോന്. അപ്പോൾ DG ഹരികുമാർ സ്മൃതി പുരസ്കാരം രവി മേനോനാണ് ലഭിച്ചിട്ടുള്ളത്. ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും മാരയംമുട്ടം എഴുത്തച്ഛൻ നാഷണൽ അക്കാദമിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ TG ഹരികുമാറിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം സാഹിത്യകാരനും മാധ്യമപ്രവർത്തനുമായ രവി മേനോന് സംഗീത നിരൂപണത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്? സംഗീത നിരൂപണത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ആണ് ലഭിക്കുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയ പുരസ്കാരം 12 രാവിലെ 10 തുഞ്ചൻ സ്മാരക മണ്ഡപത്തിൽ നടത്തുന്നു. 7ാമത് TG ഹരിഹര സ്മൃതി ചടങ്ങിൽ മന്ത്രി ശിവൻകുട്ടി ആയിരിക്കും ഈ പുരസ്കാരം സമർപ്പിക്കുക. അപ്പോൾ DG ഹരികുമാർ സ്മൃതി പുരസ്കാരം ആർക്കാണ്? രവി മേനോനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്? സംഗീത നിരൂപണത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അടുത്ത ന്യൂസ് നോക്കാം. അടുത്തത്
ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരമാണ്. യു ആതിരയ്ക്കാണ് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണ്? ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം യു ആതിരയ്ക്കാണ് ലഭിക്കുന്നത്. ആസ്ഥാനമായ തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ യുവ വൈജ്ഞാനിക എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണിത്. 2023 മുണ്ടശ്ശേരി പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ആരാണ്? യു ആതിരയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹയായ വ്യക്തി യു ആതിരയാണ്. അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്? യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണിത്. അടുത്തത് നമ്മുടെ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ. 100 മണിക്കൂർ ചന്ദ്രനിൽ ഇന്ത്യൻ റോക്കറ്റ് ഒരുങ്ങുന്നു. 100 മണിക്കൂർ ചന്ദ്രനിൽ ഇന്ത്യൻ റോക്കറ്റ് ഒരുങ്ങുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് എന്താണ് നമുക്ക് നോക്കാം. ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്താനും ഉഗ്രശേഷിയുള്ള കൂറ്റൻ റോക്കറ്റ് ISRO ഒരുക്കുന്നു. അപ്പോൾ ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരാനുമുള്ള കൂറ്റൻ റോക്കറ്റ് ISRO ഒരുക്കുന്നു. ഈ റോക്കറ്റിൻ്റെ പേരെന്താണ്? സൂര്യ എന്നതാണ് കേട്ടോ. എന്താണ്? സൂര്യ എന്നതാണ് പുതിയ ISRO ലക്ഷ്യമിടുന്ന ഈ ഒരു റോക്കറ്റിൻ്റെ പേര്. കറണ്ട് അഫേഴ്സ് വരാൻ നല്ല സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണേ, ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ഉഗ്രശേഷിയുള്ള കൂറ്റൻ റോക്കറ്റ് ISRO ഒരുക്കുന്നു. ഈ റോക്കറ്റിൻ്റെ പേരെന്താണ്? സൂര്യ എന്നാണ്. നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ LNGLV എന്നൊരു പുത്തൻ തലമുറ റോക്കറ്റിനും ചന്ദ്രനിലെത്താൻ 6 മണിക്കൂർ മതി. ഭൂമിയിലേക്ക് തിരിച്ചും പറക്കും. 1000 കോടിയിലേറെ രൂപ ചെലവിട്ട് റോക്കറ്റ് വികസിപ്പിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരീക്ഷണത്തിന് തയ്യാറാകും. 2040 ഈ റോക്കറ്റ് ഇന്ത്യക്കാരെ ചന്ദ്രൻ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2040 ഈ ഒരു മിഷൻ പൂർത്തിയാകും. അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് എത്തിക്കാനും അവിടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന ഒരു മിഷനാണ് സൂര്യ എന്ന പേരിൽ അതായത് നമ്മുടെ ISRO രൂപീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ വിക്ഷേപണം എങ്ങനെയാണെന്ന് നോക്കാം. GSLV റോക്കറ്റിൽ ബഹിരാകാശത്ത് എത്തിക്കുന്ന പേടകം ഭൂമിയിൽ വലം വയ്ക്കും. ക്രമേണ ഭ്രമണപഥം വലുതാക്കി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തി അവിടെ വലം വയ്ക്കും. ഈ ഭ്രമണപഥം ചെറുതാക്കി ചന്ദ്രനോട് അടുക്കും. ഇതിന് ദിവസങ്ങൾ എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളത് ഓർത്തിരിക്കണം കേട്ടോ. 2040 കൂടിയാണ് ഇത് വരാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്താണ്? സൂര്യ എന്താണ്? ചന്ദ്രനിലേക്ക് ആളുകൾ എത്തിക്കാനും അവിടെ തിരിച്ചിങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ന്യൂസ് നോക്കാം. ചെറുകിട ആണവ നിലയങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക്. രാജ്യത്തിൽ ആദ്യമായി ചെറുകിട ആണവ നിലയങ്ങളുടെ പ്രവർത്തനം സ്വകാര്യ കമ്പനികൾ നൽകാൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നു. 220 മെഗാവാട്ട് ശേഷിയുള്ള ചെറു ഊർജ്ജ നിലയങ്ങളാണ് സ്വകാര്യ മേഖല തുറന്നു നൽകുക. പദ്ധതിക്കുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും സ്വകാര്യ കമ്പനികൾ വഹിക്കണം. എന്നാൽ പദ്ധതിയുടെ നിയന്ത്രണവും പ്രവർത്തന ചുമതലയും ആണവ നിലയം നോക്കാം. ചെറുകിട ആണവ നിലയങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക്. രാജ്യത്തിൽ ആദ്യമായി ചെറുകിട ആണവ നിലയങ്ങൾ പ്രവർത്തനം സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. 220 മെഗാവാട്ട് ശേഷിയുള്ള ചെറു ഊർജ്ജ നിലയങ്ങളാണ് സ്വകാര്യ മേഖലയ്ക്ക് തുറന്ന് നൽകുക കേട്ടോ. ഈ വർഷം അവസാനത്തോടെ 2025 ആദ്യമ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരം നിലയങ്ങളെ ഭാരത് സോൾ റിയാക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളിലേക്ക് ഈ ഒരു 220 മെഗാവാട്ട് ശേഷിയുള്ള ചെറിയ ഊർജ്ജ നിലയങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആ ഒരു പദ്ധതിയെ ഭാരത് സോൾ റിയാക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വർഷം അവസാനം അല്ലെങ്കിൽ 2025 ആരംഭത്തോടുകൂടി ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഇനി കാത്തിരുന്ന പോർട്ടൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാത്തിരുന്ന പോർട്ടൽ iLIMS 22 മുതൽ വരുന്നു. അപ്പോൾ പുതിയൊരു പോർട്ടൽ വരികയാണ്. iLIMS എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വിശദങ്ങൾ നമുക്ക് നോക്കാം. ഭൂമി വാങ്ങി കരമടച്ചു പേരിൽ കാട്ടി പോക്കുവരവ് ചെയ്യുന്ന അടക്കമുള്ള എല്ലാ സേവനങ്ങളും 22 മുതൽ ഒറ്റ പോർട്ടലിൽ. രജിസ്ട്രേഷൻ, റവന്യൂ സർവേ എന്നീ 3 വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലായ iLIMS ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭൂമി വാങ്ങി നമ്മളതിനകത്ത് കരമടക്കിയ പോക്കുവരവ് നടത്തുക, മറ്റുള്ള പല സേവനങ്ങൾക്കും പല ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു പോർട്ടൽ വരുന്നത്. iLIMS എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് വരുന്നത്. അപ്പോൾ ഒരു ഭൂമി വാങ്ങി മറ്റുള്ള എല്ലാ നടപടികളും ഒറ്റ പോർട്ടൽ കൊണ്ടുവരിക എന്താണ് iLIMS കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക.
ഇനി വൈദ്യശാസ്ത്ര നൊബേൽ 2024 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി. ആരൊക്കെയാണ് അതിന് അവാർഡിന് അർഹരായിട്ടുള്ള വ്യക്തി? വിക്ടർ ആംബ്രോസിനും ഗാരി റൂകുനിനുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2024 ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ആർക്കാണ്? വിക്ടർ ആംബ്രോസിനും ഗാരി റൂഗിനുമാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മൈക്രോ RNA കണ്ടെത്തലിനാണ് പുരസ്കാരം. മൈക്രോ RNA കണ്ടെത്തലിനാണ് പുരസ്കാരം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കണം, മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ 7-ാം തീയതിയിലെ കറണ്ട് അഫേഴ്സാണ്. എത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വയലാർ അവാർഡ് ആർക്കാണ്? അശോകൻ ചരുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്ക്? കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. DG ഹരികുമാർ സ്മൃതി പുരസ്കാരം രവി മേനോനാണ് ലഭിച്ചിട്ടുള്ളത്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം U ആതിരയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 100 മണിക്കൂർ ചന്ദ്രനിൽ ഇന്ത്യൻ റോക്കറ്റ് ഒരുങ്ങുന്ന ഒരു പദ്ധതി വരികയാണ് ISROയുടെ. ആ പദ്ധതിയുടെ പേരെന്താണ്? സൂര്യ എന്നതാണ്. അതുപോലെ ചെറുകിട ആണനിലയങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വരാൻ പോവുകയാണ്. ഭാരത് സോൾ റിയാക്ടർ എന്നാണിത് അറിയപ്പെടുന്നത്. എന്താണ്? സ്വകാര്യ മേഖലയ്ക്ക് 220 മെഗാവാട്ട് ശേഷിയുള്ള ചെറിയ ഊർജ്ജ നിലയങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് നൽകും. പക്ഷേ അവൻ നിയന്ത്രണമൊക്കെ എപ്പോഴും നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ടേക്ക് ഓവർ ചെയ്യാനുള്ള കാര്യങ്ങളും പൈസ ഇതെല്ലാം സ്വകാര്യ കമ്പനി തന്നെ മുടക്കേണ്ടതാണ്. പിന്നെ കാത്തിരുന്ന പോർട്ടലായിട്ടുള്ള ഐലിംസ് വരുന്നു. ഒരു സ്ഥലം വാങ്ങി അത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒറ്റ വകുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഐലിംസ്. 22-ാം തീയതി മുതലാണ് മുടക്കുന്നത്. മുഖ്യമന്ത്രി ഇത് ഉടനെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഐലിംസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്? വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം 2024 പ്രഖ്യാപിച്ചു. വിക്ടർ ആംബ്രോസിനും ഗാരി റുഗിനുമാണ് അവാർഡ്. മൈക്രോ RNA കണ്ടെത്തലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നോക്കി വെക്കണം. അങ്ങനെ ഡെയിലി കറണ്ട് അഫേഴ്സ് പത്രങ്ങളിൽ നിന്നുള്ള കട്ടിങ്സ് ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നോട്ട്ബുക്കിലേക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഓരോ ഡേറ്റ് ഇട്ടിട്ട് ആ കറണ്ട് അഫേഴ്സ് ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ വീണ്ടും കണ്ടൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുകയും കൂടെ വേണം കേട്ടോ. എന്നാലാണ് നമ്മളിത് ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ നാളത്തെ കറണ്ട് അഫേഴ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.